സാറേ ഗുഡ് മോർണിംഗ്. അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആയി. ഗുഡ് ആഫ്റ്റർനൂൺ ആയല്ലോ അല്ലേ? അതെ. എവിടെയാ ഇപ്പൊ നമ്മൾ അയോവയിൽ കയറിയോ? ഞാനുണ്ടായിരുന്നു ഓട്ടോക്കെ. നമുക്ക് റോഡ് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകുന്നേരം ഒക്കെ നന്നായിട്ട് സ്നോയുടെ ഒപ്പം തന്നെ കാറ്റും ചെറിയ സ്നോ ഉണ്ടായിരുന്നു. അപ്പം കാറ്റും നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ഒമാഹ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഒരു 35 തൊട്ട് 40 വരെയുള്ള കിലോമീറ്ററിൽ ഞാൻ ജസ്റ്റ് ഫോണിൽ നോക്കിയായിരുന്നു. അത്രയും കിലോമീറ്ററിൽ ഇതുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി ബലം പ്രയോഗിച്ചിരിക്കേണ്ടി വന്നു. പക്ഷെ വഴിക്കെല്ലാം ഒരുപാട് ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയപ്പോൾ ഇവിടെ അയോവയില് ഡിമോയിൻസ് തൊട്ട് അങ്ങോട്ട് എനിക്ക് വന്നൊരു കുറച്ച് എത്ര ദൂരം അറിയില്ല 80 ക്ലോസ് ആയിരുന്നായിരുന്നു അത് കാണിച്ചത്. അപ്പൊ ഞാനവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ബ്രേക്ക് എടുക്കാൻ വേണ്ടി കയറിയപ്പം ഒന്നുകൂടെ നോക്കി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേന് അത് ഓപ്പൺ ആയിരുന്നു. അപ്പൊ ഒരുപാട് വണ്ടികൾ 80 ക്ലോസിലായിരുന്നു അല്ലേ? ഒരുപാട് വണ്ടികൾ ക്രാഷ് ആയിട്ടുണ്ട്. അത് ഇന്നലെ ഉണ്ടല്ലോ. ഇന്നലെ ലിറ്ററലി നമ്മുടെ ലാർമയിലെ ലൗസിന്റെ മുമ്പൊക്കെ ഉണ്ടല്ലോ ഭയങ്കര എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നേരം ഇവാൻസ്റ്റണി പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ 3-4 ട്രക്കുകള് അതിങ്ങനെ അവർക്ക് മാറ്റാൻ പറ്റാഞ്ഞിട്ട് ആ ട്രെയിലർ വെട്ടിപ്പൊളിച്ച് അതെല്ലാം കൂടെ വാരിക്കൂട്ടി സൈഡിലിട്ടിട്ട് റോഡ് ഓപ്പൺ ചെയ്തവര്. ഇതും അങ്ങനെ ഇവിടെ 2-3 ഇങ്ങനെ ഹാഫായിട്ടൊക്കെ കട്ട് ചെയ്ത് പോയതാണോ എങ്ങനെയാലും റോഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ടേ. കാരണം പ്രോപ്പറായിട്ട് ടോ ചെയ്ത് വരുമ്പോ സമയം എടുക്കുമല്ലോ. കാരണം അതുപോലെ അത്രയും ഉണ്ടായിരുന്നു സാധനം. അപ്പൊ ഞാൻ ലിറ്ററലി വിചാരിക്കുമായിരുന്നു നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് ഡൗൺ വന്നാൽ നന്നായി, അല്ലെങ്കിൽ നമ്മൾ ഈ 80 കൂടെ പോകാനിരിക്കുമായിരുന്നല്ലോ. നമ്മൾ അതിനകത്ത് വന്നേനെ. കാരണം കാറ്റുണ്ടെങ്കിലും പയ്യങ്ങ് പോവാന്നുള്ളൊരു വിചാരമായിരുന്നല്ലോ. ഇത് വന്നോണ്ടാ നമ്മള് ഡെൻവർ വഴി കയറി പോയത്. അത് ഇപ്പൊ ചെറിയൊരു ബ്രേക്ക് ഡൗൺ നമ്മളത് ശരിയായിരുന്നു. നമ്മളെ കാറ്റിന്റെ അകത്തോട്ട് കയറിയാനെ. നേരെ അന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയില്ലേ. ഇതാ ഒരു വണ്ടി ഫയർ ആയി കിടക്കുന്നു. മുഴുവൻ ലോഡ് സൈതം കത്തി. അപ്പൊ ഇന്നലെ അത്ര അപകടങ്ങൾ കണ്ടപ്പോ ഞാൻ സത്യമായിട്ടും വിചാരിക്കുമായിരുന്നു ഇത് എല്ലാം നല്ലതിന് നമ്മൾ ഒരു കംപ്ലൈന്റും ഇല്ലാതെ ആ ഒരു ഡീൽ ചെയ്ത് വഴിതിരിച്ചു പോയത്. നമ്മൾ കാരണം കാറ്റത്ത് പയ്യെ അങ്ങ് പോകാനായിരുന്നല്ലോ നമ്മുടെ പ്ലാന്. അതെല്ലാം ഒരുപാട് കാറുകളും ഉണ്ട്. ഈ ഒമാഹ ടൗണിന് സിറ്റിയിലോട്ട് കയറുന്നതിന് മുമ്പ് അത് ശരിയാട്ടോ, കാറുകളും ഉണ്ട്. കാരണം ട്രക്കുകൾ മറിഞ്ഞു കിടക്കുന്നു. അപ്പൊ അതിന്റെ കൂടുതൽ ഈ ചെറിയ കാരവാൻ ക്യാമ്പർ കാറുകൾ വലിച്ചുകൊണ്ട് വന്ന ചെറിയ സാധനങ്ങളുണ്ടല്ലോ. അതിന് വെയിറ്റ് ഇല്ലോ തീരെ. അപ്പൊ ഇവന്മാരപ്പോ എന്ത് ധൈര്യത്തിൽ അത്രയും വലിയ ടൊർണാഡോ വാണിംഗ് ഉള്ളോടത്ത് അതും കൊണ്ട് പോയാന്ന് ആലോചിക്കണേ. കാറിനും വെയിറ്റ് ഇല്ല, ഈ സാധനത്തിനും വെയിറ്റ് ഇല്ല. ഇത് രണ്ടും അത് വേറെ സെഗ്മെന്റ്. അത് കുറെ കിടക്കുന്നു. അത് ആദ്യം സ്പ്ലിറ്റ് ആവും. ആദ്യം മറ്റേ മറിയും. അത് കഴിഞ്ഞിട്ടാണ് വണ്ടി പിന്നെ മറിയുന്നത്. അവര് പോകുന്നതിന് ശരിക്കും ഒരു ന്യായീകരണമില്ല. കാരണം നമുക്ക് 40,000 LBക്ക് താഴെയുള്ള വണ്ടികൾ പോകരുതെന്ന് കംപ്ലീറ്റ്ലി റോഡ് ക്ലോസ്ഡ് ഉള്ളതാ. അല്ല, ചിലടത്തോടെ 20,000 അത് 20,000 പോലും കാണിയല്ല. കാരണം നമ്മുടെ ട്രക്ക് തന്നെ MT ആയിട്ട് വരുന്ന 35,000 ഉള്ളൂ. അതെ, അതാ ഞാൻ പറഞ്ഞ. അപ്പം അതപ്പോ വാണിംഗ് ഇഗ്നോർ ചെയ്ത് പോയ കാറുകളാണ് അങ്ങനെ ആ സാധനം കൊണ്ട് പോകുന്നത്. ഇന്നെനിക്ക് തോന്നുന്നു അങ്ങ് എല്ലായിടത്തും ആ കാറ്റിന്റെ US ഓൾമോസ്റ്റ് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളും അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ. എന്നാ സാറേ കമ്പനിയിലെ അല്ല നമ്മളത് പറഞ്ഞായിരുന്നോന്ന് ഞാൻ ചോദിക്കാതെ. നിങ്ങൾ പറഞ്ഞായിരുന്നോ? ഏതാ നമ്മളിങ്ങനെ ഡിലേ ആവുന്നുള്ള കാര്യം? ഇല്ല, പറഞ്ഞില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഇവാൻസ്റ്റണി റോഡ് ബ്ലോക്ക് ആയിട്ട് കിടക്കുവന്ന്. അവളിപ്പോ ETA to the border എന്ന് പറഞ്ഞുകൊണ്ട് വാട്സാപ്പ് ചെയ്യേണ്ട മെസ്സേജ് കണ്ടായിരുന്നു. സാറ് കണ്ടായിരുന്നോ അത്? ഇല്ല. 5 AM if everything is okay എന്ന് പറയാം. കാരണം അങ്ങോട്ട് ചിലപ്പോ അറിയില്ല. സ്നോയുടെ ഒക്കെ ചെറുതല്ല ഇങ്ങനെ അങ്ങനെ അറിയത്തില്ല. ഇവിടെ നമുക്ക് മിഷിഗണിൽ ടൊർണാഡോ വാണിംഗ് ഉണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ നമുക്ക് if everything is okay 5 o'clock border എന്ന് പറയാം. സാറേ ഞാനെന്നാ അപ്പൊ എല്ലാം കഴിച്ചിട്ട് വരാം. ഞാനൊരു ചെറിയ പവർ നാപ്പ് ഇവിടെ സൈഡിൽ ഇരുന്ന് എടുത്തത്. അന്നേരത്തേക്കും ദേവസ്യാച്ച നമ്മുടെ ന്യൂട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലൗസ് ഉണ്ട്, അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇനി നമുക്ക് ഷിഫ്റ്റ് മാറണം.
ടെമ്പറേച്ചർ എത്രയുണ്ട് സാറേ? -5. എൻ്റെ അമ്മേ കുഴപ്പമില്ല, കാറ്റുള്ളതുകൊണ്ട് ചിലപ്പം ഫീല് ചിലപ്പം പറയാ. ഞാൻ ഒരു കാപ്പിയൊക്കെ എടുത്തോണ്ട് വരാം. സ്ട്രോങ് ഒരെണ്ണം എടുത്തു. കാപ്പിയൊന്നും എടുക്കണ്ട, നല്ല സ്ട്രോങ് ഒരെണ്ണം എടുത്തു. ദേവസ്യാച്ചൻ പറഞ്ഞ പോലെ തണുപ്പ് -5 ഒക്കെ ഉള്ളൂ, പക്ഷെ ഭയങ്കര വൃത്തികെട്ട കാറ്റാ. അപ്പൊ കാറ്റ് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും. Thank you for shopping at Lowe's. സാറേ നമുക്ക് പോയാലോ? Turn right on Iowa Speedway Drive, then take the first right. ഏകദേശം 1000-ഓളം കിലോമീറ്ററാണ് നമുക്ക് കവർ ചെയ്ത് നമ്മുടെ ബോർഡറിലേക്ക് എത്തിക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമ്മളിപ്പം അയോവ കടന്ന് ഇല്ലിനോയി കയറുന്നു. ഇല്ലിനോയിൽ നിന്ന് ഇച്ചിരി ഇൻഡ്യാന, പിന്നീട് മിഷിഗൺ, നമ്മുടെ പതിവ് റൂട്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ടൊർണാഡോ വാർണിംഗ് ആയിരുന്നു. ടൊർണാഡോ ഉണ്ടായിരുന്നു. അപ്പം ദൈവം അനുഗ്രഹിച്ച് പല സ്ഥലങ്ങളും നമ്മൾ എസ്കേപ്പായി പോന്നു. പക്ഷെ നമ്മളിപ്പോൾ പോകുന്ന മിഷിഗണിൽ ഒരു ടൊർണാഡോ വാർണിംഗ് നമ്മൾ പോകുന്ന റൂട്ടിൽ വരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മളെത്തുമ്പോഴത്തേക്കും അതൊന്ന് ശാന്തമാകുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പിന്നെ ഈയിടെയായിട്ട് നമ്മളിപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്ന കാരണം നമ്മുടെ വീഡിയോസും എല്ലാമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം നമ്മുടെ ഡെയിലി വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു സോ മച്ച്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കുള്ള സപ്പോർട്ട്. ഇന്നലത്തെ കാറ്റ് മറിഞ്ഞു കിടക്കുന്ന കുറേ വണ്ടികൾ അപ്പുറം ഇപ്പുറം ഇന്നിപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാർ, കാറുകളും ട്രക്കുകളും ഒക്കെ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വേറെ ഒരെണ്ണമുണ്ട്, കിടക്കണ കിടപ്പ് കണ്ടോ. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര എന്ന് പറയില്ല, അതുപോലെ ഒരു 10-100 എണ്ണം തന്നെ ഉണ്ട് നമുക്ക് ഈ ഒരു ഇങ്ങനെ അപ്പുറം ഇപ്പുറം ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഈ വീഡിയോ ഗെയിമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ടിട്ട് പോകുന്ന പോലത്തെ രീതിയിലുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് സമയം ഏകദേശം 6 മണിയോട് അടുക്കാൻ പോകുന്നു. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു 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 അവലക്ഷണങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു പൊടിക്കാറ്റ് പോലത്തെ ഈ മഞ്ഞ് ഉള്ള ഒരു കാറ്റ്, അതോടൊപ്പം തന്നെ സോൾട്ട് ഇടുന്ന വണ്ടികളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റുമുണ്ട്. അപ്പം നിങ്ങളിതിന് മുമ്പ് കണ്ട കുറച്ച് വിഷ്വൽസ് കണ്ടല്ലോ, അതെല്ലാം അത് വളരെ കുറവായിട്ട് നമുക്ക് റോട്ടിൽ കിടക്കുന്ന എല്ലാ വണ്ടികളൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതാണ് റോഡിലെ അവസ്ഥ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഉണ്ടല്ലോ, നമ്മുടെ ബാറ്ററി മൊത്തത്തിൽ കിടന്നൊന്ന് കളിക്കുന്നുണ്ട്. അതായത് ബാറ്ററിയുടെ വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു വേരിയേഷൻ കാണിച്ചുകൊണ്ടിരിക്കുക. കയറി ഇറങ്ങി എന്തോ ഒരു സെറ്റപ്പ് പോലെ. വേണ്ട നമ്മുടെ ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ കണ്ടോ, അതിൻ്റെ അകത്ത് ബാറ്ററിയിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള ലോ വോൾട്ടേജിൻ്റെ വാണിംഗ് കാണിക്കുന്നുണ്ട് കേട്ടോ. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റാർട്ടർ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അവന്മാർ റോഡ് സൈഡ് അസിസ്റ്റൻസുകാരെ അവർ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തായിരുന്നു. എന്നിട്ട് വീണ്ടും അവർ പിടിപ്പിച്ചപ്പോൾ അവർ പ്രോപ്പറായിട്ട് പിടിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു 1.5 ഷിഫ്റ്റ് യാർഡ് എത്തുമല്ലോ, അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ വേണ്ട സെറ്റപ്പുകൾ നമുക്ക് ചെയ്യാം. അതുവരെ വണ്ടി നിർത്താണ്ടിരിക്കാൻ നമുക്ക് ശ്രമിക്കാം.
ഈ പാലം കയറി ഇറങ്ങുന്നതോടുകൂടി നമ്മൾ അയോവയിൽ നിന്ന് ഇലിനോയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇലിനോയ് ഉറക്കത്തിലും നമ്മുടെ ബാക്കിലെ സ്ലീപ്പറിൻ്റെ ബാറ്ററിയുടെ അവിടുന്ന് നമുക്ക് ബീപ്പ് ബീപ്പ് എന്നുള്ള മറ്റേ വോൾട്ടേജ് താഴ്ന്നതിൻ്റെ ഇൻഡിക്കേഷൻസ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി എന്തോ പണിയുണ്ടെന്ന്. ഇപ്പം അന്തരീക്ഷത്തിൽ ചെറിയ പൊടികൾ പോലെ സ്നോ പെയ്യുന്നുണ്ട്. എന്നാൽ സണ്ണുകൊണ്ട് വളരെ ലൈറ്റായിട്ടുള്ള ഒരു പൊടികൾ പോലെ. ഈ ഒരു സെറ്റപ്പിൽ സ്നോ പെയ്യുന്നതിന് നമ്മൾ ഫ്ലറീസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് ശരിക്കും ചില റൊമാൻറ്റിക് സിനിമകളിലൊക്കെ റൊമാൻറ്റിക് നിമിഷങ്ങളിൽ നായകനെയും കാണിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ കാണിക്കുന്നത് ഫ്ലറീസ്. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഡ്രൈ റോഡാണ്. പക്ഷേ ഇടയ്ക്കുണ്ടല്ലോ ഈ ബ്ലോയിങ് സ്നോ എന്ന് പറയുന്ന ഒരു ഇതിൽ കൂടെ രണ്ട് സൈഡിലും കിടക്കുന്ന പൊടിയായിട്ടുള്ള സ്നോ ഉണ്ടല്ലോ, അത് കാറ്റടിച്ചിട്ട് ഇങ്ങനെ റോഡിന് കുറുകെ അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ പോകും. ആ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ വെറ്റായിട്ട് നിന്നിട്ട് അതോടൊപ്പം തന്നെ ഈ വണ്ടികളെല്ലാം പോയി അവിടെ ഒരു സ്ലിക്ക് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാകും. അവിടെ നല്ലൊരു തെന്നിച്ചായിരിക്കും. ഇനി അതുപോലെ ഒരു സെറ്റപ്പ് വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചർ. കാരണം നമ്മൾ സ്പീഡിൽ വരുമ്പം ആ ഒരു തെന്നിച്ച ഉണ്ടാകുന്ന സെറ്റപ്പ് ഇങ്ങനെ വണ്ടി മൊത്തത്തിലൊന്ന് പിടിച്ച് കുലുക്കും. അപ്പം അവിടെ കൺട്രോൾ വിടാതെ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ. കാരണം അവിടെ ഒന്ന് തെന്നി നമ്മളൊന്ന് കൺഫ്യൂഷൻ അടിച്ച് പോയി കഴിഞ്ഞാൽ ജാക്ക് നാഫ് അടിക്കുക, നമ്മൾ നേരെ അടിച്ച് പോവുകയും ചെയ്യും. 2 kilometers. Take the exit on the right to I-80 East toward Chicago. ഇന്നിപ്പോൾ നമ്മളെ ഉണ്ണിച്ചേട്ടൻ വിളിച്ചായിരുന്നു. ഉണ്ണിച്ചേട്ടൻ വിളിച്ചപ്പോഴത്തേക്ക് അങ്ങ് ലണ്ടൻ ഏരിയയിലും ഭയങ്കര കാറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരാരും പുറത്തേക്ക് ആവശ്യമില്ലാതെ ഇറങ്ങുന്നില്ല, എല്ലാവരും വീടിൻ്റെ അകത്ത് തന്നെ കഴിഞ്ഞു കൂടുന്ന ഒരു സെറ്റപ്പാണ്. വിച്ച് മീൻസ് നമ്മുടെ നോർത്ത് അമേരിക്ക മൊത്തം പറഞ്ഞു വന്നാൽ നോർത്ത് അമേരിക്ക മൊത്തം ഈ ആഴ്ച ടൊർണാഡോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഇവിടെയല്ല. എന്തായാലും തമ്പുരാൻ അനുഗ്രഹിച്ച് നമുക്ക് വന്ന കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് വഹിച്ചു എന്നേ നമുക്ക് പറയാനുള്ളൂ. ഇത് റോഡിൽ ഇത്രയും അപകടങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം ഓരോ യാത്രയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് 100% അറിയാം നമ്മൾ സേഫായിട്ട് തിരിച്ചെത്തിയെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ കഴിവല്ല, ആരോ എല്ലാം തമ്പുരാൻ നമ്മളെ സഹായിക്കുന്നത് മാത്രമാണ്. റൈറ്റായിട്ടുള്ള വഴി കൂടെ നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളും ഇല്ലാത്ത ഈ ഒരു ബ്രേക്ക് ഡൗൺ ഈ ഒരു ട്രിപ്പിൽ വരേണ്ട കാര്യമുണ്ടോ? നമ്മൾ അർജുൻ ഭായിയും ഞാനും ഒരുമിച്ച് ഏകദേശം ഒരാഴ്ച വയോമിങ്ങിൽ കിടന്നതിന് ശേഷം നമുക്ക് ഇതുവരെ ഈ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ ഒരു വണ്ടി റോഡിൽ നിന്ന് ഓടിപ്പോയി കണ്ടെത്തി പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ടോ? അതുകൊണ്ട് ക്രൂസ് കൺട്രോളിലിട്ട് വന്നതായിരിക്കണം, അല്ലെങ്കിൽ ഈ റോഡിൽ നിന്ന് ഇത്രയും ദൂരം ഓടിപ്പോവും. കാരണം കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോഴേ ക്രൂസ് കൺട്രോൾ ആണെങ്കിൽ നമ്മളത് എവിടെ പിടിച്ചാണ് ഓഫ് ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു പാനിക് സിറ്റുവേഷനിൽ നമ്മൾ മറന്നു പോകും. ഇതുപോലത്തെ ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നമുക്ക് എപ്പോഴും വാണിംഗ് ഉണ്ടാവും, ക്രൂസ് കൺട്രോൾ ഓഫ് ചെയ്യുക, സ്ലിക്ക് സ്പോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞോട്ടെ. പക്ഷേ കണ്ടത്തിൻ്റെ നടുക്ക് ഞാൻ ആദ്യം ഒത്ത് ഇനിയിപ്പോൾ അവർ വല്ല പാർക്ക് ചെയ്തിട്ടേക്കണതാണോ? നമ്മുടെ ടൊറൻ്റോ വണ്ടിയാണ്, നമ്മുടെ ഒൻറ്റാറിയോ വണ്ടിയാണ് കിടക്കുന്നത്. എന്തായാലും കാറ്റുണ്ടെങ്കിൽ ഈ തെളിഞ്ഞ ആകാശം അങ്ങ് നിലനിന്നാൽ മതിയായിരുന്നു. പ്രശ്നക്കാരെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ. സ്നോയും കാറ്റും എല്ലാം കൂടെ. ഇതേണ്ട നിങ്ങൾ സ്നോ മാറ്റുന്ന മെഷീൻസ് എല്ലാം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമ്മൾ സ്ലിക്ക് സ്പോട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഇതിന് മുമ്പ് നമ്മളങ്ങ് വന്ന വഴി അവിടെ ഒത്തിരി ഒന്നുമില്ല, ജസ്റ്റ് ഒരു 50 മീറ്ററിൽ ഭയങ്കരമായിട്ട് സ്ലിക്ക് സ്പോട്ട്. അതോടൊപ്പം തന്നെ അവിടെ എല്ലാം ബ്ലാക്കേഴ്സുമായിട്ട് കുറേ വണ്ടികൾ അപകടത്തിൽ ഫ്രഷായിട്ട് കിടന്നു കണ്ടോ. ഞാൻ ക്യാമറ ഓണാക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി, പക്ഷേ അവസാന നിമിഷം ഓണാക്കാൻ പറ്റിയത്. അത് വിഷ്വൽസിൽ എത്രമാത്രം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് നമ്മളെ ഏറ്റവും ഡേഞ്ചറസ് ആക്കി വെക്കുന്നത്, ഒരു ട്രാപ്പ് പോലെ. അത് ഇപ്പോൾ നമ്മൾ നോക്കുന്ന റോഡിൽ ഒരു കുഴപ്പമില്ല, മൊത്തം ഡ്രൈ ആയിട്ടുള്ള റോഡാണ്. അതും കണ്ട് നമ്മൾ ചവിട്ടി പിടിച്ച് 100-110 അങ്ങ് പോകുമ്പോൾ പെട്ടെന്ന് ഒരു വളവിൽ വീണ്ടും നമ്മുടെ മുമ്പിൽ പോകുന്ന ട്രക്കിൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടോ,
ഇത് നമ്മളിപ്പോൾ കടന്നു പോകുന്ന അങ്ങനത്തെ ഒരു സ്പോട്ടിൽ കൂടെ. ആ ഒരൊറ്റ ഏരിയ മതി, ഒരു കഷ്ടിച്ച ഒരു 10 മീറ്റർ ദൂരം ഇങ്ങനത്തെ ഒരു വെറ്റായിട്ടുള്ള ഏരിയ, അവിടെ അങ്ങ് തെന്നിത്തെറിച്ചു പോകും. എൻ്റെ മോനത് നമ്മുടെ ഇടതുവശത്ത് കണ്ടോണേ, ഇടതുവശത്ത് മഞ്ഞിൻ്റെ അകത്ത് കുഴിച്ചിട്ടേക്കണ പോലെ കേട്ടോ, മഞ്ഞിൻ്റെ അകത്ത് കുഴിച്ചിട്ടേക്കുന്ന പോലെ നോക്കിക്കേ. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. നമ്മൾ വണ്ടി ഓടിച്ചത് കണ്ട ഇലിനോയിലെ മോറിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ അടുത്തെത്തിയേ. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും മറ്റേ വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു, അത് എന്തോ കംപ്ലീറ്റ്ലി മാറിപ്പോയിട്ട് ട്രാൻസ്മിഷൻ്റെ ഫോൾട്ട് എന്നുള്ള രീതി കാണിച്ചു. സംഭവം വേറെ ഒന്നുമില്ല, ആ വോൾട്ടേജ് ഒരു പരിധി വിട്ടങ്ങ് താന്നു പോയപ്പോഴത്തേക്കും ഇതെല്ലാം ഇലക്ട്രിക് കണക്ഷൻ ഉള്ളതായിരിക്കണം, അതുകൊണ്ടായിരിക്കണം. അപ്പം എന്തായാലും തമ്പുരാൻ അനുഗ്രഹിച്ച ഒരു ലൗസിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പം ഞാൻ നേരെ റാമ്പ് ഓടിച്ച് കയറ്റി റോഡ് സൈഡിൽ ഫ്ലാഷേഴ്സ് ഇട്ട് നിന്നു. അപ്പോഴും വണ്ടി അങ്ങ് ഓഫായിപ്പോയി, ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ടേ, കാരണം വോൾട്ടേജ് കംപ്ലീറ്റ്ലി പോയായിരുന്നു. അപ്പോൾ എന്തോ ഒരു ലൂസ് കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു താഴത്തെ ബാറ്ററിയിൽ. നമുക്കതൊന്ന് തുറന്ന് നോക്കാം.